തൃപ്പയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ക്ഷേത്രം കവാടം മുതൽ പുഴ വരെയുള്ള രാജപാതയുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ടൈൽ വിരിക്കൽ ആരംഭിച്ചു. നിർമ്മാണോദ്ഘാടനം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മഠാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമി നിർവഹിച്ചു. ദേവരുടെ കിഴക്കേ നടയിലുള്ള റോഡ് നമ്മളിന്ന് അതിൻ്റെ ടൈൽ വിരിക്കുന്നതിൻ്റെ ആദ്യ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മുടെ ഈ പരിസരം മുഴുവൻ നല്ല റോഡുകളാണ്. പ്രത്യേകിച്ചും തേവരുടെ പടിഞ്ഞാറ് സൈഡ് ഒരു നാഷണൽ ഹൈവേ 6 വരി പാത വരുമ്പോൾ തേവരുടെ മുന്നിലുള്ള നമ്മളൊക്കെ പറയുന്ന ഈ രാജപാത അത് വളരെ മോശമായൊരു നിലയിലാണ് കിടന്നിരുന്നത്. ഞാൻ 1-2 പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വളരെയധികം ചെളിക്കുണ്ടൊക്കെ നിറഞ്ഞിട്ട് വണ്ടി തന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും എനിക്കിവിടെ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലം ഞാൻ അടുത്താണ് എടുത്തത്. അത് എടുക്കാൻ പോകുമ്പോഴും ഞാൻ ഈ ഭഗവാന്റെ മുന്നിൽ കൂടിയാണ് വന്നത്. അപ്പോഴും ഞാൻ ഭഗവാനോട് പറഞ്ഞു, അത് എനിക്ക് ശരിയാക്കി തരണം, അപ്പോൾ ഞാനിതിവിടെ ചെയ്തു കൊള്ളാം. അതിനേലുപരി ഇവിടുത്തെ ഈ പ്രദേശവാസികൾക്കും ഭഗവാൻ ആദ്യമായിട്ട് ഇവിടെ എഴുന്നള്ളുമ്പോൾ ആ തുടക്കം തന്നെ വളരെ മോശമായ ഒരു റോഡാണിത്. അപ്പം അത് നന്നാക്കി കൊടുക്കണമെന്ന് ഭഗവാൻ തോന്നിപ്പിച്ചതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ എനിക്കൊരു സുപ്രഭാതത്തിൽ അത് നന്നാക്കി കൊടുക്കണമെന്ന് തോന്നുകയും അതിൻ്റെ ആദ്യ കല്ല് വയ്ക്കുകയാണ്. ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പണി കഴിച്ച് ഭഗവാൻ കിഴക്കോട്ട് എഴുന്നള്ളുമ്പോൾ ഈ റോഡിൻ്റെ പണി കഴിച്ച് ഭഗവാൻ അത് സമർപ്പിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് മാനേജർ ഹരിഹര ഭട്ട്, കിഴക്കേനട പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, സി പ്രേംകുമാർ, UP കൃഷ്ണനുണ്ണി, സജൻ മേനോൻ, മുരളീധരൻ കല്ലാറ്റ്, CK ഭാസ്കരൻ, സി കൃഷ്ണനുണ്ണി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, സുനിൽ വെന്നിക്കൽ എന്നിവർ നേതൃത്വം നൽകി. തേവരുടെ സഞ്ചാരപാത എല്ലാ രാജകീയ പ്രൗഢിയോടും കൂടി ഈ വർഷത്തെ നടക്കൽ പൂരത്തിന് മുൻപായി തന്നെ പണി പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുമെന്നും അതിനായുള്ള പൂർണ്ണ ചെലവുകളും പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വഹിക്കുമെന്നും ഉണ്ണിസ്വാമി അറിയിച്ചു.